സ്ത്രീകളാണെന്ന് പറഞ്ഞ് നമ്മൾ ഒന്നിനും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം 9ാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുണ്ട് എനിക്ക് ഇത്രയൊക്കെ കഴിയുമെങ്കിൽ എന്നെക്കാൾ അപ്പുറം നിങ്ങൾക്ക് ഒരുപാട് കാര്യം. ഞാൻ ഒരു വലിയൊരു എഴുത്തുകാരിയല്ല, പക്ഷേ എനിക്ക് എഴുതാനും വായിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. മലയാളം നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയാം. ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. ആ പുസ്തകത്തെ രണ്ട് കൈ നീട്ടി ഇന്ന് സമൂഹം അംഗീകരിച്ചു. 2 യൂണിവേഴ്സിറ്റി അത് പാഠപുസ്തകമായി തിരഞ്ഞെടുത്തു. പിന്നെ വായന ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഒരു CIT തൊഴിലാളിയായിരുന്നു. അപ്പോൾ പപ്പ അവിടുന്ന് കേരള ശബ്ദം, ദേശാഭിമാനി, കേരള കൗമുദി, പിന്നെ ഇങ്ങനെയുള്ള പത്രങ്ങൾ കൊണ്ടുവരും, ഇങ്ങനെയുള്ള മാസികകളൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെയാണ് വായനയിലുള്ള എനിക്കുള്ള ശീലം. വായിക്കും. ചെങ്കൽച്ചുളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകം എഴുതിയ ധനുജകുമാരിയാണ് ഞാൻ. ചെങ്കൽച്ചുളയാണ് എൻ്റെ സ്വദേശം, ഇപ്പോഴത്തെ രാജാജി നഗർ. എങ്കിലും എനിക്ക് ചെങ്കൽച്ചുള എന്ന് പറയുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ചെങ്കൽച്ചുള എന്ന എൻ്റെ പുസ്തകത്തിന് ഞാൻ പേര് കൊടുത്തത്. കാരണം ചെങ്കൽച്ചുളയിലുള്ള മനുഷ്യർ പുറം ലോകം അറിയപ്പെടുന്ന മറ്റൊരു തരത്തിലാണ്. അപ്പോൾ അത് എൻ്റെ ഒരു ആത്മകഥയാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ എൻ്റെ മാത്രം ജീവിതമല്ല, ഞാൻ അടങ്ങുന്ന എൻ്റെ സമൂഹം ഇന്ന് മറ്റുള്ളവരുടെ ഇടയിൽ ഞങ്ങളുടെ ചേരിയിൽ നിന്നുള്ള ഓരോ തലമുറയിൽപ്പെടുന്ന ഓരോ കുട്ടികൾ, ഞങ്ങൾ വളർന്നു വരുന്ന ഓരോ കുട്ടികളും അനുഭവിക്കുന്ന ഒരു വല്ലാത്ത ഒരു തരം മാനസികാവസ്ഥയുണ്ട്. കാരണം മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ. അതിനൊക്കെതിരായിട്ടാണ് ഞാൻ എൻ്റെ പുസ്തകം എഴുതിയത്. പക്ഷേ ആ പുസ്തകത്തെ 2 കൈ നീട്ടി ഇന്ന് സമൂഹം അംഗീകരിച്ചു. 2 യൂണിവേഴ്സിറ്റി അത് പാഠപുസ്തകമായി തിരഞ്ഞെടുത്തു. ആ പാഠപുസ്തകമായി തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിത്തുടങ്ങി. അംഗീകാരങ്ങൾ മാത്രമല്ല, ചെങ്കൽച്ചുള അറിയാൻ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് നിന്ന് ചെങ്കൽച്ചുള വരുന്നുണ്ട്, എന്നെ തിരക്കി വരുന്നുണ്ട്, ചെങ്കൽച്ചുളക്കാരെ തിരക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സമൂഹത്തിൽ നമ്മളോട് കാണിച്ച ഒരു മനോഭാവം ഇന്ന് മാറിയിട്ടുണ്ട്. ഇന്ന് മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് ഒരുപാട് ചെങ്കൽച്ചുള എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇന്നൊരു അഭിമാനത്തോടു കൂടി പറയുന്നത്, ആര് നമ്മളെ എന്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയോ അതേ പേരിൽ ഒരു അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു. അത് എൻ്റെ മാത്രം ഒരു കഴിവല്ല, ഈ സമൂഹത്തിൽ ചെങ്കൽച്ചുള ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരു ആളെന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. എനിക്ക് മറ്റുള്ളവരുടെ സമൂഹത്തോട് വിളിച്ചു പറയാൻ, എൻ്റെ സമൂഹവും ഞാൻ അനുഭവിക്കുന്ന, ഞങ്ങൾ അടങ്ങുന്ന ഒരു സമൂഹത്തെ മറ്റുള്ളവർ കാണുന്ന ഒരു കാഴ്ചപ്പാട് മാറ്റുക എന്നതാണ് എൻ്റെ പുസ്തകം. പക്ഷേ എനിക്ക് മനസ്സിലായ ആ പുസ്തകത്തിൽ കൂടെ ഞാൻ മാത്രമല്ല, എൻ്റെ സമൂഹം മാത്രം, ലോകത്തിൻ്റെ എവിടെയെല്ലാം ചേരികളുണ്ടോ, ചേരി പ്രദേശങ്ങളുണ്ടോ, കുറച്ച് ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ ആയിരിക്കുന്ന ഓരോ മനുഷ്യരും ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നതിന് കഴിവുകളുണ്ടായിട്ട് കാര്യമില്ല. പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നതിന് ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, കോളനിയുടെ പേരിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നവരാണ് ഞങ്ങൾ. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് വെറും 9ാം ക്ലാസ്സുകാർ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ 9ാം ക്ലാസ് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ പുസ്തകത്തിൽ വിവരമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ കുടുംബശ്രീയുടെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ കേരളത്തിൽ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വലിയൊരു വളർച്ചയിലെത്തി നിൽക്കുന്ന ഒരു സ്ത്രീകളുടെ ഒരു പിന്നെ എന്താ പറയുക, ശക്തി കേന്ദ്രമാണ് കുടുംബശ്രീ. അപ്പോൾ ആ കുടുംബശ്രീയിൽ ഇന്ന് വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്ത ഒരുപാട് പേര് അതിൽ അംഗങ്ങളാണ്. ആ കുടുംബശ്രീയിലായിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവരുടെ ഉള്ളിലുള്ള കലാപരമായിട്ട് കഴിവുള്ളവരുണ്ട്, കായികപരമായിട്ട് കഴിവുള്ളവരുണ്ട്. സ്ത്രീകളാണെന്ന് പറഞ്ഞ് നമ്മൾ ഒന്നിനും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം 9ാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുണ്ട് എനിക്ക് ഇത്രയൊക്കെ കഴിയുമെങ്കിൽ എന്നെക്കാൾ അപ്പുറം നിങ്ങൾക്ക് ഒരുപാട് കാര്യം. നമ്മുടെ വീടിനെ കുറിച്ച് നമുക്ക് ഒരു സങ്കല്പമുണ്ട്, നമുക്ക് കൃഷികൾ, അത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട്, നമുക്കിപ്പോൾ അവാർഡോ മറ്റു കാര്യങ്ങളോ ഒന്നും വാരി വലിച്ചു കൂട്ടുക എന്നല്ല, മറ്റൊരാൾക്ക് മാതൃകയായിരിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടായിരിക്കുക. അത് മറ്റൊരാൾ അത് അറിയുമ്പോൾ ആ കാര്യം അത് കൊള്ളാം, അല്ലെങ്കിൽ നമുക്കും അത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളത് ഏറ്റെടുക്കുക. അങ്ങനെയുള്ള ഒരു വലിയൊരു സമൂഹം, സ്ത്രീകളടങ്ങുന്ന ഒരു സമൂഹമാണ് ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ. അതിന് എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ പലരും മടിച്ച് പുറകോട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അത് നമ്മുടെ ആ ഒരു ചിന്താഗതി മാറ്റിയിട്ട് നമുക്കുള്ള കഴിവുകൾ നമുക്ക് മാത്രം പ്രയോജനപ്പെട്ടാൽ പോലെ നമ്മളടങ്ങുന്ന ഒരു സമൂഹത്തിൽ ഇനി വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് അത് നല്ലൊരു അനുഭവമായിരിക്കും. നമ്മൾ ഓരോരുത്തരും മുൻപോട്ട് വരണം. ധനുജകുമാരി എന്തുകൊണ്ടാണ് ഒരു പുസ്തകം എഴുതാം എന്ന് വിചാരിച്ചത്? കാരണം 9ാം ക്ലാസ് വരെ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ജീവിതം പറയണം. പിന്നെ വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്ത് എങ്ങനെ എത്തി? കാരണം 9 ക്ലാസ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാം പിന്നെ എത്രത്തോളം വായനയുടെ എഴുത്തിൻ്റെയും മേഖലയിൽ നിൽക്കുമെന്ന്. അത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ വെച്ചിട്ട്. അപ്പം എങ്ങനെയാണ് വായനയുടെ എഴുത്തിൻ്റെയും മേഖലയിലേക്ക് എത്തുന്നത്? ഞാൻ പറയാമല്ലോ, ഞാൻ ഒരു വലിയൊരു എഴുത്തുകാരിയല്ല, പക്ഷേ എനിക്ക് എഴുതാനും വായിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. മലയാളം നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയാം. ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്.
കാരണം ഞാൻ പഠിച്ചത് 2-3 സ്ഥലങ്ങളിലായിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഈ പഠനം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും അച്ഛൻ്റെ അമ്മയുടെ ജോലി സംബന്ധിച്ചൊക്കെയാണ് ഓരോരുത്തർ സ്ഥലം മാറി പഠിക്കാൻ പോകുന്നത്. പക്ഷേ എൻ്റെ പഠനം അങ്ങനെയല്ല. എൻ്റെ പപ്പയുടെ അമ്മയുടെ വഴക്കിൻ്റെ ഭാഗമായിട്ട് ഇവർ പിണങ്ങിക്കഴിഞ്ഞാൽ ഇവർ പിന്നെ ഒരുമിച്ച് ഇണങ്ങി വരുന്നത് 2-3 വർഷമൊക്കെ എടുക്കും. ഇവർ വീണ്ടും ഇണങ്ങുന്നത്. പക്ഷേ ഒരിക്കൽ പോലും അവർ വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയോ പാടോടെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിലില്ല. മരിച്ചാണ് പപ്പ പിരിഞ്ഞത്, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുവരെ ഒരുമിച്ചാണ്. പപ്പ മരിച്ചിട്ട് ഇപ്പോൾ 5 വർഷമേ ആയിട്ടുള്ളൂ. അതുവരെ അമ്മയും പപ്പ ഒരുമിച്ചാണ്. പക്ഷേ ഇവർ പിണങ്ങി കഴിഞ്ഞാൽ ഇത്തിരി ലേറ്റാവും മിണ്ടി വരാം. അപ്പോൾ ആ സമയത്ത് അമ്മ കൂലിപ്പണിക്ക് പോകും. കോൺക്രീറ്റ് പണിക്കാണ് അമ്മ പോകുന്നത്. അന്ന് ഇവിടുന്ന് കോൺക്രീറ്റ് പണിക്ക് സ്ത്രീകളും പോകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്നെ നോക്കാൻ വീട്ടിൽ ആരുമില്ല. പപ്പയും അമ്മയും പിണങ്ങുമ്പോൾ എന്നെ നേരെ ഏതെങ്കിലും ബോർഡിങ് കൊണ്ട് അമ്മ ആക്കും. അപ്പം അനുജൻ കൂടെയുണ്ട്. അമ്മയ്ക്ക് അനുജനെ കാണാതിരിക്കാൻ പറ്റൂല. അവനെ കുഞ്ഞായതുകൊണ്ട് അവനെ വളരെ കെയർ ചെയ്യണം അമ്മ പോകണം. അപ്പം ഞാൻ പെൺകുട്ടി ആയതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ വീട്ടിൽ നോക്കാക്കില്ല. കാരണം അക്കാലത്ത് 3 മണിക്ക് വെളുപ്പിന് 3 മണിക്കൊക്കെയാണ് റോഡിൽ, ഇവിടെ ഞങ്ങൾ മുക്കെന്നാണ് പറയുന്നത്, ഈ മുക്കിൽ കയറിയ ഇവർ ജോലിക്ക് വിളിക്കുകയുള്ളൂ. അപ്പം രാവിലത്തേക്കുള്ള ജോലിക്ക് 3 മണിക്കേ എഴുന്നേറ്റ് പോയാലേ ആൾക്കാർ വന്ന് 5 പേര് വേണം 6 പേര് വേണം ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും നേരത്തെ പോകുന്നവർക്ക് ജോലി കിട്ടും. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ആ സമയങ്ങളിൽ വീട്ടിൽ. അപ്പോൾ അമ്മയ്ക്ക് എന്നെ നോക്കാൻ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ അമ്മ ബോർഡിങ് കൊണ്ട്. അങ്ങനെ CSIയുടെ ഒരു ബോർഡിങ്ങാണ് ഞാൻ കൊല്ലത്ത് നിന്നാണ് ഞാൻ പഠിച്ചത്. പിന്നെ ശ്രീചിത്ര ഹോമിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, കോട്ടയം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, സെൻട്രൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, തമ്പാനൂർ UPSC പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 5-6 സ്ഥലത്താണ്. അപ്പോൾ ഈ CSIയുടെ ഈ ബോർഡിങ്ങിൽ അതൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ബോർഡിങ്ങാണ്. അവിടെ കുറേ നല്ല പാഠങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ 4ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ 2 വർഷം അവിടെ പഠിച്ചു. അവിടെ നമ്മൾ ദിവസവും നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം അവർ എഴുതി വെക്കാൻ പറയും. എഴുതി വെക്കാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യവും ചീത്ത കാര്യവും എഴുതണം. അപ്പോൾ ഒരു പേപ്പറിൽ ഒരു കുട്ടിക്ക് എത്ര എഴുതാൻ പറ്റും? 5 കാര്യം പോലും ഞാൻ തികച്ചെഴുതില്ല. നമ്മൾ എഴുതുന്നത് എന്തായിരിക്കും? ആ കുട്ടിയുടെ പേന എടുത്തു, ഈ കുട്ടിയുടെ പെൻസിൽ മോട്ടിച്ചു, അല്ലെങ്കിൽ പേപ്പർ കീറിക്കളഞ്ഞു, ഇതൊക്കെയാണ് എഴുതുന്നത്. ഈ 5 കാര്യം തന്നെ പിറ്റേന്നും അവിടുത്തെ വാർഡൻ പറയും, നിങ്ങൾ ഈ എഴുതിയ 5 കാര്യത്തിൽ ഏതെങ്കിലും ഇന്ന് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ടിക്കിടാൻ പറയും. എനിക്കൊരിക്കലും അത് മാറ്റാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മൾ കുട്ടിയല്ലേ. പക്ഷെ ആ ശീലം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു എഴുത്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ടും പഠനകാലത്ത് അമ്മ ഇപ്പം എന്നെ അപ്പോൾ അരിയൊക്കെ വാങ്ങാനൊക്കെ പലവ്യഞ്ജന കടയിലൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഈ എഴുതിയ അന്ന് ഇങ്ങനെ എഴുതിയ പേപ്പറിൽ നമുക്കിങ്ങനെ ന്യൂസ് പേപ്പറിലാണ് അരിയൊക്കെ പൊതിഞ്ഞ് ചണം നൂലുണ്ട്, അതിട്ട് കെട്ടി തന്ന് വിടും. അതും കൊണ്ട് വീട്ടിൽ വരുമ്പോൾ അമ്മ ആ പേപ്പർ എടുത്താണ് അരി പാത്രത്തിൽ ഇട്ടുമ്പോഴത്തേക്ക് ഈ സമയം കൊണ്ട് അതിലെഴുതിക്കുന്ന അക്ഷരങ്ങൾ ഞാൻ വായിക്കും. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും എഴുതണമെന്ന് തോന്നും. ചിലപ്പോൾ പെൻസിലെടുത്ത് അതിൻ്റെ പുറത്തൂടെ എന്തെങ്കിലും എഴുതും. അവിടെ തന്നെ അമ്മ ആ പേപ്പർ കത്തിച്ച് അടുപ്പിൽ വെച്ച് കഞ്ഞി വയ്ക്കും. കാരണം എനിക്ക് ഈ എഴുതുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എഴുതാനുള്ളൊരു ഡയറിയോ പേനയോ ബുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഒരു മുറിയോ അല്ലെങ്കിൽ ഒരു മേശയോ ഒന്നും എനിക്കില്ലാതിരുന്ന ഒരാളാണ്. എഴുത്തിന് എനിക്കിഷ്ടമാണ്. പലപ്പോഴും നോട്ട് ബുക്കുകളിലൊക്കെ തന്നെ ഞാൻ എഴുതും. പിന്നെ വായന ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഒരു CIT തൊഴിലാളിയായിരുന്നു. അപ്പോൾ പപ്പ അവിടുന്ന് കേരള ശബ്ദം, ദേശാഭിമാനി, കേരള കൗമുദി, പിന്നെ ഇങ്ങനെയുള്ള പത്രങ്ങൾ കൊണ്ടുവരും, ഇങ്ങനെയുള്ള മാസികകളൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെയാണ് വായനയിലുള്ള എനിക്കുള്ള ശീലം. വായിക്കും. പുസ്തകങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ല. പിന്നെ മാതൃഭൂമി, മനോരമ, മംഗളം, നാന, ചലച്ചിത്രം, വനിത, മഹിളാരത്നം, ഇതൊക്കെ അതെ ആക്രിക്കാരി അമ്മച്ചിമാർ ആക്രി വാങ്ങാൻ പോകും. അപ്പോൾ അവിടെ നിന്ന് ഇത് വർഷങ്ങളായ ബുക്ക് ആക്രിക്ക് എടുത്ത് കൊടുത്തു വിടും. ഇതിൽ ഞാൻ കുത്തിയിരുന്ന് വായിക്കുന്നത് വെച്ചാൽ വായിക്കാനുള്ള ആർത്തി കാരണം. അതൊന്നും ഒരു എഴുത്തുകാരുടെ പുസ്തകമല്ല. അപ്പോൾ ഒരു എഴുത്തുകാരെ കുറിച്ച് ചോദിച്ചാൽ അങ്ങനെ ഒരു എഴുത്തുകാരുടെ പുസ്തകം ഞാൻ വായിച്ചില്ലെങ്കിൽ അതിനുള്ള സംവിധാനം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളുടെ തൊട്ടടുത്താണ് നമ്മുടെ പബ്ലിക് ലൈബ്രറി. പക്ഷെ ഞങ്ങൾക്ക് അവിടെയൊക്കെ കയറാൻ പാടില്ല. കോളനിയുടെ കുട്ടികളാണ്, ഞങ്ങളെ ഒരിടത്തും കയറ്റിയിട്ടില്ല. ഒരു ലൈബ്രറിയിൽ പോയി പുസ്തകം വായിച്ച ശീലമില്ല. വായിക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. വായിച്ചോണ്ടിരിക്കും. കേറ്റാത്തോണ്ടാണ് നമ്മൾ അറിയാത്തോണ്ടാണ്. കേറ്റാത്തോണ്ടാണ് അറിയാത്തോണ്ടല്ല കേറ്റാത്തോണ്ട്. എടുത്താൽ ഞങ്ങൾക്ക് ആര് തരും മെമ്പർഷിപ്പ്? ആർക്ക് തന്നിട്ടുണ്ട്? ചെങ്ങച്ചുള്ളിൽ ഒരാൾക്കാണ് പൈസ കൊടുത്തല്ലേ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഞങ്ങളെ അങ്ങനെ കൊണ്ടുപോകണം ആളില്ല. ഞങ്ങളവിടെ പോയാലും കേട്ടത്തില്ല. ഇല്ല, അതുകൊണ്ട് മാത്രമല്ല ഞങ്ങളവിടെ കേട്ടത്തുമില്ല. അത് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. കാരണം നമ്മുടെ കോളനി എന്നുള്ള രീതിയിൽ ആ ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക്, മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പുസ്തകം ഒന്ന് വായിക്കാം. പക്ഷെ എനിക്ക് ഉറങ്ങുമ്പോൾ, രാത്രി ഉറങ്ങണമെങ്കിലും ഞാൻ വിളക്ക് വെച്ച് നോവലോ കഥയോ പൂമ്പാറ്റ പാട്ടം ഇങ്ങനെ വായിച്ചാൽ എനിക്ക് ഉറങ്ങണം. അത്രയ്ക്ക് വായിക്കാൻ ഇഷ്ടമാണ്. വായിച്ച് കഴിഞ്ഞ് തന്നെ വായിച്ചുകൊണ്ടിരിക്കും. കാരണം വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇഷ്ടമാണ്. അപ്പം അതെങ്ങനെ വായിക്കുമായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് മലയാളം എഴുതും. അപ്പോൾ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് എഴുതി വെക്കാൻ പറ്റുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എഴുതുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കോളനിയിൽ അത്യാവശ്യം ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പം
ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. അങ്ങനെ പരാതി എഴുതുന്ന ഒരു പരാതി എഴുത്തുകാരിയായി മാറി. പിന്നെ എല്ലാവർക്കും പരാതി പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ എഴുതുന്ന ഒരാളായി മാറി. അതാണ് പിന്നത്തെ എൻ്റെ എഴുത്ത്. ഇതിനിടയ്ക്കാണ് ഞാൻ 10 വർഷം ഞാൻ 2013 ഈ പുസ്തകം നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ ആ 12 ഞാൻ ഇവിടെ കുറച്ച് ആൾക്കാർ വന്ന്, മാധ്യമ പ്രവർത്തകർ വന്ന് ഇതിനകത്ത് ഇടം സാംസ്കാരിക പരിപാടി എന്ന് പറഞ്ഞാൽ അവരിവിടെ വരുന്ന കുറച്ച് പരിപാടികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂണിറ്റിലിറങ്ങി ആൾക്കാരുമായിട്ട് നമുക്ക് കുറച്ചുകൂടെ ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. അപ്പം ചെങ്ങൽസുളയിൽ പണ്ട് തൊട്ട് ഒരുപാട് ആൾക്കാർ വരും. ഒന്നുകിൽ അവരുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവരുടെ പഠനത്തിൻ്റെ കാര്യമായിട്ട് അവർ വരും, പഠിക്കും. ഇങ്ങനെ നേരത്തെ മേഡം പറഞ്ഞ പോലെ ഇവിടെ വരുന്ന അമ്മമാർ ഒരുപാട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിൻ്റെ ഏക കാരണം ഞാനും അങ്ങനെ സംസാരിച്ച ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മളെല്ലാം മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിൻ്റെ അവസ്ഥയാണ്. പറഞ്ഞല്ലോ, അവിടെ പൈപ്പുകൾ, വൃത്തിഹീനമായ അന്തരീക്ഷം. അപ്പം ഇത് നല്ലൊരു മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞാണ് ഓരോരുത്തർ വരുമ്പോൾ അവരോട് നമ്മുടെ ആവശ്യങ്ങൾ പറയും. പക്ഷെ അവരുടെ പ്രോജക്റ്റ് കഴിയുമ്പോൾ അവരങ്ങ് പോകും. ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലമായിട്ട് അങ്ങ് മാറും.